മിനിസ്റ്റർ കെ രാജൻ നമുക്കൊപ്പമുണ്ട്. മിനിസ്റ്റർ കെ രാജൻ, നിങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്തതിനിടയിലല്ലേ വീണ്ടും ഉരുൾപൊട്ടിയത്? നിങ്ങൾ സുരക്ഷിതരാണോ? ഏതാണ്ട് ചൂരൽമലയിൽ അടുത്തെത്താറായി. ഈ വാർത്തയും ഞങ്ങൾ കിട്ടി. ഏതാണ്ട് ചൂരൽമലയുടെ അടുത്തെത്താറായി. ഞങ്ങൾ നേരെ കൺട്രോൾ റൂമിലേക്കാണ് പോകുന്നത്. നിങ്ങൾ മിനിസ്റ്റേഴ്സ് എത്തുന്ന സമയത്ത് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി എന്ന് കേട്ടു. പ്രധാനപ്പെട്ട പ്രശ്നമായി വരുന്നത് അരുൺ അറിയാവുന്ന പോലെ ഈ പ്രദേശം നന്നായി ധാരണയുണ്ടല്ലോ. ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും ഗൗരവമായ പ്രശ്നമായി വരുന്നത് അവിടേക്ക് വീണ്ടും ഉരുൾപൊട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ആളുകളെ അങ്ങോട്ട് വീണ്ടും കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രയാസമുണ്ട്. അപ്പോ നമുക്ക് ഈ പുഴയുടെ രൗദ്രഭാവത്തിനകത്ത് നിന്നുകൊണ്ട് ഇതെങ്ങനെ ക്രോസ് ചെയ്ത് കിടക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഒരു ബെയിലി ബ്രിഡ്ജ് നമുക്ക് MEGയുടെ ഭാഗമായി കൊണ്ടുവരാൻ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത്. അതായത് ദയവായി അരുൺ റിപ്പോർട്ടർ ചാനലിലെ ആളുകൾ കേൾക്കുന്നവരോട് കൂടി പറയുക, ഇനി അനാവശ്യമായ ആളുകൾ ഏതെങ്കിലും വിധത്തിലുള്ള സഹായത്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങോട്ട് ഇപ്പൊ വരേണ്ടതില്ല. ഇവിടെ വീണ്ടും ഉരുൾപൊട്ടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സാഹചര്യത്തിൽ ആളുകൾ വന്നാൽ അത് യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തന്നെ തടസ്സമാകും. ഇനി വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്യുക, ആളുകൾ വരിക, ഇപ്പൊ നമുക്കത് ആലോചിക്കാൻ കഴിയില്ല. ഞങ്ങൾ എന്തായാലും കൺട്രോൾ റൂമിൽ ചെന്നിരുന്ന് തീർച്ചയായിട്ടും അവരുടെ കോൺടാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പറയാം. ഒരു നിമിഷം അങ്ങ് തുടരണം. നൂറുദ്ദീൻ നമുക്കൊപ്പമുണ്ട്. ഈ മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്തെ പഞ്ചായത്ത് മെമ്പറാണ് നൂറുദ്ദീൻ. മിനിസ്റ്റർ നമ്മളോടൊപ്പമുണ്ട്. നൂറുദ്ദീൻ, മിനിസ്റ്ററോട് സംസാരിച്ചോളൂ. സാറേ ഞങ്ങൾ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 100-250 ആളുകൾ ഓൾറെഡി ഞങ്ങൾ ഒരു 2 ബോഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 8 ബോഡിയോളം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ കുറച്ച് സന്നദ്ധ ആളുകൾ വന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാർ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി ഉണ്ടാക്കിത്താ സാറേ, എത്രയും പെട്ടെന്ന്. ഓക്കെ, മിനിസ്റ്റർ അത് കേട്ടിട്ടുണ്ട്. മിനിസ്റ്റർ ടെലിഫോൺ കണക്ഷൻ ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്തു. താങ്ക് യു നൂറുദ്ദീൻ സുരക്ഷിതമായിട്ടിരിക്കുക. ഒരു ഭാഗത്ത് ഇപ്പോൾ ഉരുൾപൊട്ടിയത് കൊണ്ടാണ് അല്പസമയം നേരിടുന്നത്. പക്ഷേ ഒരു സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹനും സംഘവും നൂറുദ്ദീൻ്റെ അടുത്തേക്ക് ഇപ്പോഴെത്തും.